നമ്മൾ മുമ്പ് പല ചർച്ചകളിലും പറഞ്ഞതാണ്. അതായത് പ്രതിപക്ഷത്ത് കോൺഗ്രസ് ഇരിക്കുമ്പോൾ അത്ര വിശുദ്ധരല്ലാതെ ഇരുന്ന പല ആൾക്കാരും ഇപ്പോൾ കോൺഗ്രസിന് വിശുദ്ധരാണ്, ഭരണത്തിൽ പരിശുദ്ധരായിട്ട് അവരെ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്കറിയാം അദാനി എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അടക്കം സോണിയാഗാന്ധി അടക്കമുള്ളവർക്ക് അവരുടെ കുടുംബശത്രു ആയതുകൊണ്ട് അത് കോൺഗ്രസിന്റെ ശത്രുവായിട്ട് മാറി എന്നുള്ളതാണ്. അതുപോലെയായിരുന്നു ഊരാളുങ്കൽ സൊസൈറ്റി, ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റി. ആ സൊസൈറ്റിയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വി ഡി സതീശൻ്റെയും യു ഡി എഫിൻ്റെയും കണ്ണിലെ കരടായിരുന്നു. പക്ഷേ നമ്മളൊന്ന് ആലോചിക്കണം, ഇത് അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ ഈ നിലപാടുകൾ നേരെ മാറ്റുക. അതാ അപ്പം പൊതുമരാമത്ത് മന്ത്രി ഇല്ലയോ കഴിഞ്ഞ ദിവസം പി കെ ബഷീറാണ് നിയമസഭയിൽ പറഞ്ഞത് ഊരാളുങ്കൽ കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഊരാളുങ്കലിൻ്റെ തട്ടിപ്പും ഈ ഊരാളുങ്കലിന് പിന്നിലെ കച്ചവടവും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ സ്പീക്കർ. അദ്ദേഹം വളരെ കർശന നിലപാട് സ്വീകരിക്കുകയാണ്. സ്പീക്കർ വളരെ സൗമ്യനാണെന്നൊക്കെ നമ്മൾ വാർത്ത കൊടുക്കുമ്പോഴും ചില കാര്യങ്ങൾ ഇത്തരം തട്ടിപ്പിൻ്റെ ക്രമക്കേണ്ട കാര്യത്തിൽ അദ്ദേഹം ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വളരെ കർശനമായിട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഊരാളുങ്കലിൻ്റെ അടുത്ത കുറേ കരാറുകൾ റദ്ദാക്കി. അവിടെ എന്താണ് ഡൈനിങ് ഹാള് ഇറ്റാലിയൻ മാർബിൾ ഉൾപ്പെടെയുള്ള പതിച്ച് എത്ര കോടി രൂപയ്ക്ക് നന്നാക്കാൻ, അതുപോലെ 7 കോടി രൂപയ്ക്ക് നന്നാക്കാൻ, പിന്നെ അതുപോലെ വേറെ അവിടെ എന്തൊക്കെ മണ്ണ് പരിശോധനയ്ക്ക് എത്ര ലക്ഷം രൂപയായി. ഇതെല്ലാം അപ്പം നിർത്തി വെച്ചു. മണ്ണ് പരിശോധിക്കുന്നതിന് 6 ലക്ഷം രൂപ. അപ്പോൾ ഇതെല്ലാം നിർത്തിവെച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം കൃത്യമായിട്ട് ഇതിൻ്റെ കണക്കുകൾ എടുക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ച് ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഓരോ ഉദ്യോഗസ്ഥർ പറഞ്ഞു കേട്ട് തിരുവഞ്ചൂർ ഞെട്ടിപ്പോയെന്നാണ് പറയുന്നത്. കാരണം ഈ നമുക്കറിയാം നമ്മുടെ അസംബ്ലി മന്ദിരം തന്നെ എത്രയോ കോടി ചെലവഴിച്ച് പടുകൂറ്റൻ്റെ മന്ദിരമാണ്. അവിടെ വളരെ കൃത്യമായി നേരത്തെ സർക്കാർ നിർമ്മിച്ചിരുന്ന പല സാധനങ്ങളും പൊളിച്ച് കളഞ്ഞിട്ടാണ് വന്നതെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞാൽ അതുകൊണ്ട് ആവർത്തന വിരസമുണ്ട് പറയുന്നില്ല. ശങ്കരാചാര്യ നമ്പി ഹാൾ പൊളിച്ച് 16 കോടി രൂപ മുടക്കി പണിത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം ഊരാളുങ്കലിനെ ഏൽപ്പിക്കുന്നത്. ഈ ഊരാളുങ്കലിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള സർക്കാരിൻ്റെ മുഴുവൻ കരാറുകൾ ഇപ്പോൾ ഊരാളുങ്കലിൻ്റെ കയ്യിൽ. ഈ കരാറുകാർക്ക് വേറെ പണിയില്ലേ ഇപ്പോൾ? എന്നാൽ ഊരാളുങ്കലിൽ സ്വന്തമായിട്ട് ഒരു ഇതുമില്ല, ഈ ഉപകരണങ്ങൾ എടുക്കുന്ന കാര്യത്തിലാണ് ഈ നേതാക്കന്മാരുടെ പോക്കറ്റിലേക്ക് ഗുണം പോകുന്നത്. എന്താണെങ്കിലും നമുക്കറിയാം, ഊരാളുങ്കൽ എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ എന്ന് പറയുന്ന ഗുരു അദ്ദേഹം സ്ഥാപിച്ചതാണ്. സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള വാഗ്ഭടാനന്ദ ഗുരു സ്ഥാപിച്ചതാണ് ഈ ഊരാളുങ്കലിനെ സംബന്ധിച്ചിടത്തോളം. അതൊരു ലേബർ സർവീസ് സൊസൈറ്റിയാണ്, അതായത് ഒരു സഹകരണ സംഘം പോലെ തന്നെയാണ്. അത് തൊഴിലാളികൾ തന്നെയായിരുന്നു അതിന്റെ തുടക്കത്തിലെ ഉണ്ടായിരുന്ന അതിന്റെ സ്ഥാപകരും നടത്തിപ്പവരൊക്കെ തന്നെ. പക്ഷേ ഈ ഊരാളുങ്കലിനോട് ഒരു പ്രേമം വരുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്, അല്ലെ? CPM വരുമ്പോഴെല്ലാം കുറച്ച് വർഷങ്ങളായി അനുമതി ടെൻഡർ ഇല്ലാതെ വർക്ക് കൊടുക്കാന്നുള്ള അനുമതി കൊടുത്ത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ആ അനുമതിയുടെ പേര് പറഞ്ഞു, അതായത് ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ തൊട്ട് പിന്നാലെ വന്ന പിണറായി സർക്കാരിന് ഈ അനുമതി ഇങ്ങനെ കൊടുത്തിരുന്ന ആ ഒരു അനുമതി തുടർന്നു കൊണ്ടുപോകേണ്ട ഒരു ചുമതല മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന്റെ മറവിൽ എന്ത് വർക്കും ഊരാളുങ്കൽ. ഏറ്റവും ഒടുവിലായ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടല്ലേ വീണ്ടും വന്നിരിക്കുന്നത്. അതായത് ഇപ്പം ഇന്ന് വന്ന ഒരു വാർത്ത അനുസരിച്ചാണെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്ക് നിയമസഭയിലേക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങിയതും അതൊരു പാതിരാത്രിക്ക് കൊണ്ടുവരുന്നു. 13 പെട്ടിയിലായിട്ട് ഇലക്ട്രോണിക് ബോക്സുകൾ ഇത് ഇലക്ട്രോണിക് സാധനങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞ് ഉടനെ ഇത് കൺസേൺ ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുന്നു. രാത്രി തന്നെ പരിശോധിക്കാൻ പറയുന്നു. അയാൾ പറഞ്ഞു ഇത് സ്വീകരിക്കാൻ പറ്റില്ല, ഇത് പൊളിച്ച് പരിശോധിക്കാതെ സ്വീകരിക്കുക, ഇത് പരിശോധിക്കുക വേണ്ട, ഇത് നേരെ ഗോഡൌണിലോട്ട് കൊണ്ടുമാറ്റാം. ഇത് നേരെ അവിടേക്ക് മാറ്റി പിറ്റേന്ന് തന്നെ ഇതിന്റെ ബില്ല് വരുന്നു. ഇതിന്റെ ബില്ല് അന്ന് തന്നെ വരുന്നു. പിറ്റേന്ന് തന്നെ ഈ സാങ്ഷൻ ആക്കി ഇത് സൊസൈറ്റിക്ക് കൊടുക്കും. ഉറപ്പായിട്ടും ഒന്നുകിൽ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ. അതാണ് ഊരാളുങ്കലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു കമ്മീഷൻ ഇമാതിരിയൊക്കെ ആയിരിക്കും പറഞ്ഞ പോലെ ഈ വണ്ടി വാടകയ്ക്ക് എടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. കമ്മീഷൻ അല്ല, ഇത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം അത് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന്. ഇത് നമ്മുടെ ഈ സഹകരണ ബാങ്കുകളെല്ലാം എങ്ങനെയാണ് ഇത്രയും വലിയ സമ്പന്നമായി മാറിയത്? അതായത് കള്ളപ്പണം ഉള്ളവനെല്ലാം അവിടെ കൊണ്ടിടും, ഇല്ലേ? ഇവന്മാരെല്ലാം ഇത് അവിടെ കൊണ്ടിട്ടിട്ട് ഇപ്പോൾ ഒരു സഹകരണ ബാങ്ക് പൊട്ടുന്നു എന്ന് വിചാരിക്കും. കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിക്ഷേപിച്ചാൽ മാത്രമേ അവിടെ പരാതി കൊടുക്കാതിരിക്കും.
അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ. 5ഉം 10ഉം ലക്ഷം കൊണ്ടിട്ടവനാണ് ഈ പരാതിയും സമരമായിട്ട് പോകുന്നത്. മറ്റവൻ എന്തോ അവന്റെ അത് പോയി എന്ന് തന്നെ അവൻ വിചാരിച്ച് അവിടെ നിൽക്കുകയാണ്. അവന് കൊടുക്കാൻ പറ്റുക. പണ്ട് ബ്ലേഡ് മില്ലുകൾ സംഭവിച്ചത് തന്നെയല്ലോ. അത് നമ്മളെ നേതാക്കന്മാരും വലിയ കൂടിയ ആളെല്ലാം കൊണ്ടുവന്ന് അവിടെ വലിയ തുക ഇട്ട് കൊടുത്ത് പൊളിഞ്ഞ പോരെന്ന് മിണ്ടിയതുമില്ല. ഇതിപ്പോ എന്താണ് സംഭവിച്ചിരിക്കാനുള്ള ഒരു സാധ്യത ഇതാണ്. ഇവര് ഡീൽ ഉറപ്പിക്കുന്നത് വിദേശത്താണ്. വിദേശത്തുനിന്ന് ഈ ഡീൽ ഉറപ്പിക്കുന്ന ഇവർ ഈ സൊസൈറ്റിയിലേക്ക് ഈ പണം നിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഊരാളുങ്കൽ ഇത് നിക്ഷേപിച്ചിട്ട് ഇതെടുത്തിട്ടായിരിക്കും ഇവർ ഈ പണം എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക്. എന്നിട്ട് ഇത് ഈ പറഞ്ഞ കാലത്തിനും പറഞ്ഞ സമയത്തിനും മുമ്പ് അതിവേഗം ചെയ്ത് തീർക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഒരുപാട് ലാഭമുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ ബ്ലാക്ക് മണി നേരെ വൈറ്റ് ആക്കി എടുക്കുകയാണ്. ഇവിടുന്ന് നേരെ പൈസ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോഴേ പൈസ അനുവദിക്കുകയാണ്. അപ്പോൾ അത് ഊരാളുങ്കലിന്റെ കണക്കിലേക്ക് പോവുകയും ചെയ്യും. 13 പെട്ടി നിറയെ ഇലക്ട്രോണിക് ഉപകരണം വന്നിട്ട് പരിശോധിക്കുക പോലും ചെയ്യാതെ അതിൽ ഓക്കെ അടിക്കുക, പിറ്റേന്ന് അതിന് പേയ്മെന്റ് റെഡിയാക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ ഒരു സംശയം വേണ്ട, അവിടെ ക്രമക്കേട് നടന്നു. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്കതാണ് ഇതിനകത്ത് സംശയം. എന്തിന് ഈ ശരവേഗം? അതായത് 100 കണക്കിന് കോൺട്രാക്ടർമാർക്ക് 1000 കോടിയിലധികം രൂപ കൊടുക്കാൻ കിടക്കുകയാണ്. സർക്കാർ കരാറുകാർ, ഇവിടുത്തെ റോഡുകളും പാലങ്ങളും നിർമ്മിച്ചിട്ടുള്ള പൊതുമരാമത്ത് കരാറുകാർ, അവരൊക്കെ ഇപ്പം വാനിഷായി. എന്താണ്, അവർക്ക് ആർക്കും പൈസ കൊടുക്കുന്നില്ല. പക്ഷെ ഊരാളുങ്കൽ ചെയ്യുന്ന വർക്കിന് കാശ്, ഇനി അഡ്വാൻസ് വേണോ അതും കൊടുക്കും. അതെ. അപ്പൊ തന്നെ നമുക്ക് അതിനകത്ത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ അതിവേഗതയിൽ ഈ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പൈസ കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കണമെങ്കിൽ, അതിന് പിന്നിൽ ഈ സർക്കാരിന് ഉള്ളവരുടെ എന്തൊക്കെയോ നിക്ഷേപങ്ങൾ അതിന് പിന്നിലുണ്ട്. ഇവർ ഈ ഊരാളുങ്കലിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. അത് ED പരിശോധിച്ചാൽ നടക്കും. മാത്രമല്ല ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പെട്ടെന്നൊരു സ്നേഹം വരുമ്പോൾ ഇത് പുതിയ സ്നേഹമല്ല, ഇത് പഴയ സ്നേഹം തന്നെയാണ്. അതെ. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മാത്രമാണ് അവരെ വിമർശിക്കുമായിരുന്നത്. ഭരണം കിട്ടിയപ്പോൾ ഓക്കെ, അത് എനിക്ക് തോന്നുന്നു അവർ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങളെ വിമർശിച്ചോളാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചില രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ടല്ലോ. അങ്ങനെ അവന് സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം വരില്ല. പിന്നെ തിരുവഞ്ചൂര് മാത്രമാണ് അക്കാര്യത്തിൽ അദ്ദേഹം സ്പീക്കർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ബോൾഡായി തീരുമാനമെടുക്കാൻ കഴിയുന്നുണ്ട്. സ്പീക്കർക്ക് ഒരുപാട് പ്രിവിലേജ് ഉള്ളൊരു പദവിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പെട്ടെന്ന് അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ പറ്റില്ല. അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അദ്ദേഹം TP കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവാദിയായ പിടികൂടാൻ അദ്ദേഹത്തിൻ്റെ ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് സാധിച്ചതെന്ന് പിന്നെ അന്ന് പോലീസിന്, അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂര് രാധാകൃഷ്ണൻ്റെ ഒരു ധൈര്യം. അത് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഉള്ളത്. ഒരാളെങ്കിലും വേറെ ആരും തുടർന്നില്ലല്ലോ, സ്പീക്കർ മാത്രമല്ലേ തുടർന്നു. ഈ 10 വർഷം കൊണ്ടാണ് കരാറുകാരുടെ കുടിശ്ശിക കുമിഞ്ഞുകൂടിയത്. ഇത് കുമിഞ്ഞുകൂടി അവർ പണി ഉപേക്ഷിച്ച് പോകുന്നു. അതിന് തന്നെയാണ് ഇവർ പൈസ കൊടുക്കാത്തത്. കരാറുകാരുടെ പൈസ കൊടുക്കാത്തവരുടെ ജീവിതം താർന്നോണെന്ന് ആലോചിച്ചു. കടം വാങ്ങിച്ചൊക്കെ കൊണ്ടുവന്ന് കരാറുകാരുടെ പൈസ കൊടുക്കാത്ത മനഃപൂർവ്വമാണ്. കാരണം ഇവൻ ഈ പണി ഉപേക്ഷിച്ചിട്ട് പോകണം. ഉപേക്ഷിച്ചിട്ട് പോയി കഴിയുമ്പോൾ ഇത് റീടെൻഡർ ചെയ്യാം. റീടെൻഡർ ചെയ്യുമ്പോൾ ഒരു കരാറുകാരനും പിന്നെ എടുക്കാൻ പറ്റില്ല. അപ്പൊ റീടെൻഡർ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പൊ എന്ത് ചെയ്യും, നേരെ അത് ഊരാളുങ്കൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ടെൻഡർ ഇല്ലാതെ കൊടുക്കാവുന്നുണ്ട്. അപ്പൊ ഒരുത്തൻ പണി ഉപേക്ഷിച്ചു പോന്നു. കോൺട്രാക്ടറോട് ചോദിക്കും, പണി ഉപേക്ഷിച്ചോ? ഞാൻ വിട്ടു എഴുതി കൊടുത്തു. ഉടനെ തുടർ പണി ഊരാളുങ്കലിൽ കൊടുക്കും. പിന്നെ വയനാട്ടിലെ പുനരധിവാസ വീടുകൾ, ആ വീടുകൾ മുഴുവൻ ചോർന്നൊലിക്കുകയാണ്. ഊരാളുങ്കലിന് കൊടുത്തതാണ്. എന്താ പറ്റിയത്? കടുംവെട്ട് നടത്തിയതാണ്. കാരണം ഇത് വേഗം പണിത് തീർത്തതാ. വേഗം പണിത് തീർത്തെങ്കിലേ നമ്മുടെ പോക്കറ്റ് വല്ലതും തടയും. അത്രയുള്ള തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് ഒടുവിൽ രാജമന്ത്രി ഒന്ന് ഉരച്ചു നോക്കുന്ന കണ്ടതാണ്. ഇത് വല്ല കാര്യം ഉണ്ടെന്നുള്ളതാണ്. കാരണം ഇത് ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഇവർ കുറേ വർഷം കൊണ്ട് വിഡ്ഢികളാക്കുകയായിരുന്നു. അതിൽ നിന്നൊരു മോചനം നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ അടുത്തൊന്നും സർക്കാരും അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് പിണറായി സ്കൂൾ തന്നെ ഇവരും പിന്തുടരാനാണ് സാധ്യത എന്ന് വേണം കരുതാൻ. അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. തുടർച്ച തന്നെയാണ് സർക്കാരുകളുടെ. ഒരുപാട് കരാറുകാരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഒരു സർക്കാരായിരുന്നു ഈ പിണറായിയുടെ. അതെ. അതിനുശേഷം പ്രധാനപ്പെട്ട റോഡുകൾ, പാലങ്ങൾ, എന്ത് വേണേലും അവർ പണിയും. എല്ലാ ഊരാളുങ്കലാണ് പണിയുന്നത്. അപ്പോൾ ആ ഊരാളുങ്കലിന് ശരവേഗത്തിൽ ബില്ല് മാറിക്കൊടുക്കുന്നു. ബില്ല് വരുന്നു, അപ്പം തന്നെ മാറിക്കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ചേ. ഇത് ഈ നിയമസഭയിലെ കാര്യം പറഞ്ഞ ഉദ്യോഗസ്ഥര് സ്പീക്കറോട് നേരിട്ട് പറഞ്ഞു എന്നാ പറയുന്നത്. ആവശ്യപ്പെടല്ലേ അവര്? നിയമസഭയിൽ ഉന്നതർ ആവശ്യപ്പെട്ടതാണ് ഇപ്പൊ തന്നെ അപ്പുറം ഇത് കൊടുക്കണം. ആ വന്ന ഉദ്യോഗസ്ഥർ രാത്രി വിളിച്ചു വരുന്ന ഉദ്യോഗസ്ഥന് അംഗീകരിക്കേണ്ടി വന്നു. അതൊക്കെ വേറെ വഴിയില്ലല്ലോ. ഇതിന് പിന്നിലെ ഇപ്പൊ CMRL എക്സാലോജിക് ഇടപാട് പോലെ തന്നെ ഊരാളുങ്കലിൽ എന്ത് ഇടപാട് നടന്നിട്ടുള്ളൂ ആ രീതിയിൽ ഇതുവരെ ആരും ചിന്തിച്ചിട്ടില്ല. കാരണം ഇതൊരു സൊസൈറ്റി ആകുമ്പോൾ അതിലേക്ക് നിക്ഷേപം വരാം. അതിനകത്ത് ആ നിക്ഷേപത്തിന്റെ കണക്ക് സൊസൈറ്റി ഇരിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, അല്ലേ? ഇപ്പൊ ഈ സഹകരണ സംഘങ്ങളിലൂടെ കള്ളപ്പണം വെളുപ്പിച്ച ആൾക്കാർ എല്ലാം ഇപ്പം എന്തു പറ്റി? അത് ഈ കള്ളപ്പണം വന്ന് കയറി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ജീവനക്കാരന് മനസ്സിലായി, അല്ലെ സഹകരണ ബാങ്കിലെ ജീവനക്കാർക്ക് മനസ്സിലായി, എടാ ഇവന്റെ എല്ലാം കള്ളപ്പണം, കുറച്ചങ്ങ് പോയാലും. അപ്പൊ അങ്ങനെ ഇവന്മാരെ ആദ്യം ഇവരടിക്കും. അടിച്ചു കഴിഞ്ഞാൽ അത് തീരുന്നുണ്ടെങ്കിൽ ഇവർ സാധാരണക്കാരന്റെ പൈസയിലോട്ട് കയറും.
അന്നേരമാണ് ഈ ബാങ്കുകൾ പൊളിയുന്നത്. അവർക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ പോകുന്നത്. ഇപ്പം പത്തനംതിട്ടയിലെ മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക്, കരുവന്നൂര് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത്, അതായത് CPM ഭരിച്ചിരിക്കുന്ന എല്ലായിടത്തും ഇതുപോലെ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അത് അറിയാവുന്ന, ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന CPM-ന്റെ നേതാക്കന്മാരുടെ നിക്ഷേപം കൊണ്ട് ഇതിനകത്തല്ല, എല്ലായിടത്തും ഉണ്ട്. ഉണ്ട്. കാരണം ഇതെല്ലാം രഹസ്യ നിക്ഷേപങ്ങളാണ്. ഇതിന് RBI-യുമായിട്ട് ബന്ധമില്ല, ഇൻകം ടാക്സുമായിട്ട് ബന്ധമില്ല, അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ നിക്ഷേപങ്ങളുടെ പലിശയ്ക്ക് ഇവരുടെ എല്ലാ മക്കള് ഇവര് ദിവസവും ചീത്ത വിളിക്കുന്ന അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയാണ് താമസിക്കുന്നത്. അവിടെ വ്യവസായങ്ങളൊക്കെ നടത്തി സ്വസ്ഥമായി ജീവിക്കും. ഇവർ പലരുടെയും മക്കൾക്ക് എന്താണ് തൊഴിലെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല. അന്വേഷിച്ച് നോക്കുമ്പോൾ അറിയുന്നത് ഇതെല്ലാം എത്തുന്നത് ഇവരുടെ കൈകളിലേക്കാണ്. വിദേശത്ത് തന്നെ അവർ ജീവിച്ചുകൊണ്ട് NRI എന്നുള്ള നിലയിൽ ഇവർ അവിടെ ഇഷ്ടം പോലെ കാശുണ്ടാക്കി അത് നാട്ടിലേക്ക് അയച്ച് ഇവിടെയുള്ള വ്യവസായ സംരംഭങ്ങളിൽ മുടക്കുകയും. അതെ, എന്താണെങ്കിലും ശരി, ഈ ഊരാളുങ്കൽ ലേബർ സർവീസ് സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ള ടെൻഡറുകളും ആ ടെൻഡറുകളിലേക്ക് നയിച്ച സാഹചര്യവും, അതുപോലെ ഇവർ പണിത പണികൾക്ക് എത്രയും പെട്ടെന്ന് ഈ തുക പാസ്സാക്കി കൊടുക്കാനുണ്ടായ കാരണവും എല്ലാം വിശദമായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ സതീശ സർക്കാർ അത് അന്വേഷിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം വളരെ ബോൾഡായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ നടപടികൾ നിയമവുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയ ക്രമക്കേടുകൾ അദ്ദേഹം കണ്ടെത്തുക തന്നെ ചെയ്യും. കാരണം ഇവരെല്ലാം ഒക്കച്ചങ്ങായിമാരാണ്. ഇവര് പിണറായിയുടെ ഭാഷയാണ് ഇത്, ഒക്കച്ചങ്ങായി. ഈ ഒക്കച്ചങ്ങായി വരുന്ന ഒരുത്തൻ കാണിച്ച അഴിമതി മറ്റവൻ പിടിച്ചാൽ പിന്നാലെ വരുന്നവൻ ഇവന്റെ പിടിക്കും. ആ രീതിയിൽ മാറിപ്പോ. അതുകൊണ്ട് ഇവര് കാണിക്കുന്ന അഴിമതിയെല്ലാം അവർ മനഃപൂർവ്വം ഇത് രണ്ടു കൂട്ടരും ചേർന്നുള്ള ഒരു ഒത്തുകളി മാത്രമാണ്. സാധാരണ ജനങ്ങൾ വിചാരിക്കും ഇപ്പം CPM മാറി കോൺഗ്രസ് വന്നു, അയ്യോ ഇവിടെ അണികൾ തമ്മിൽ തല്ലുന്നു, ഫേസ്ബുക്കിൽ കിടന്ന് തെറി വിളിക്കുന്നു. പക്ഷേ നേതാക്കന്മാർ തമ്മിൽ നല്ല അന്തർധാര സജീവമാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഊരാളുങ്കലിൽ ED-യുടെ റെയ്ഡ് നടന്നാൽ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരും. ആ റെയ്ഡ് നടക്കുക എന്നുള്ളത് മാത്രമേ ഇനി ഇതിനകത്തൊരു പോംവഴിയുള്ളൂ.